എടി മാറി നിന്ന് സംസാരിക്കാതെ അവനെ ഒന്നുകൂടെ വിളിക്കാൻ നോക്ക്. ഞാൻ വിളിച്ചില്ലേ ഒരുപാട് തവണ, അവൻ എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ന് അവൻ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ ഈ വീട്ടിനകത്ത് കയറ്റത്തില്ല. ഇത് ഒരുപാട് തവണയായി. ഞാൻ ഏതാണ്ട് വീഴാറായി എന്നുള്ള തോന്നല അവന്. ഏതായാലും വീഴുന്നതിന് മുൻപ് ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഇങ്ങനെയുണ്ടോ പിള്ളേര്? മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞു പോയതാ, എന്നിട്ടിപ്പോ അവന്റെ പൊടി പോലും ഇല്ല. ഇങ്ങനെ തന്നെയാ മുത്തശ്ശി എപ്പോഴും. രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് അവൻ കയറി വരിക. ഇപ്പൊ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പോകുന്നതിന്റെ സന്തോഷാന്നാ എനിക്ക് തോന്നുന്നേ. മോള് പോയ ശേഷം മോളെ അവൻ നോക്കാതെയും വിളിക്കാതെയും നടക്കുകയാണെങ്കിൽ മോള് പറഞ്ഞാൽ മതി. അതിന്റെ ക്ഷീണം അവനെ ഉണ്ടാവും. അവരെ മാത്രം കുറ്റം പറയണ്ട അച്ഛാ. വീട്ടിലുള്ള പെണ്ണുങ്ങളും കുറച്ചൊക്കെ മനസ്സമാധാനം കൊടുത്താലേ വീട്ടിൽ നിന്ന് പോകുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നും. താനിത് ആരോ ഉദ്ദേശിച്ചാ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ചൊന്നുമല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞതാ. അവനാൻ തോന്നുന്നു. അവനെ കുറ്റിമുല്ലെന്ന് പൂ പറിച്ചോണ്ട് വരുന്നാ തോന്നുന്നത്. അതായിരിക്കും ഇത്ര വൈകിയത്. എന്താടാ ഇത്ര വൈകിയത്? അത് പിന്നെ ഞാൻ മുല്ലപ്പൂ എന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. എവിടെയാ മുല്ലപ്പൂ? നീ മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞിട്ടല്ലേ പുറത്തു പോയത്? എന്നിട്ട് എവിടെ മുല്ലപ്പൂന്നാ ചോദിച്ചത്? എല്ലായിടും നോക്കി, പക്ഷെ കിട്ടിയില്ല മുത്തശ്ശ. എടാ, കള്ളം പറയുമ്പോ വിശ്വസിക്കാവുന്ന കള്ളം പറയടാ. എടാ, നിനക്ക് മുല്ലപ്പൂ വാങ്ങണമെങ്കിലേ ഇന്നലെ രാത്രി വാങ്ങാറുന്നല്ലോ. അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പോയി വാങ്ങിക്കൂടായിരുന്നോ? അതും അല്ലെങ്കിൽ ആരോടെങ്കിലും അതേപ്പറ്റി പറഞ്ഞ പോരായിരുന്നോ? അവര് കൊണ്ട് തന്നേനല്ലോ. ശരിക്കും നീ ഇങ്ങോട്ടാ അഭി പോയത്? ഞാനത് ഇടയ്ക്ക് അമ്പലത്തില്. ഇനി ദൈവങ്ങളെ കൂട്ടി വിളിച്ച് കള്ളം പറയാൻ പോവാ. എടി ജലജെ, ഈ ജന്മം നിന്റെ സ്വഭാവത്തിൽ നമ്മൾ മാറാൻ പോകുന്നില്ല. നിന്നെ സഹിക്കാൻ വയ്യാതെ ഇവന്റെ അച്ഛൻ ഇവനെ ഓർമ്മ വെച്ചപ്പോ തന്നെ ഇവിടുന്ന് പോയി. അതുപോലെ നവ്യമോൾ ഇവനെ വിട്ടുപോകുമെന്ന് നീ കരുതണ്ട. ഇവൻ വഴിവിട്ട് നടക്കുവാണെങ്കിലേ ഇവനെ ഈ വീടിന് പുറത്തു പോകും. നവ്യമോളും കുഞ്ഞും ഇവിടെ തന്നെ കാണും. എടാ, 7-ാം മാസം മോളെ വിളിച്ചോണ്ട് പോകുമ്പോഴെങ്കിലും ഇത്തിരി മാന്യത കാണിച്ചുകൂടെ നിനക്ക്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ. അത് ആരോടും പറയാൻ പറ്റിയില്ല. അതിനവൻ മുല്ലപ്പൂ വാങ്ങിക്കാനല്ലല്ലോ പോയത്. അതിനാണ് പോയതെങ്കിൽ അവന്റെ കയ്യിലുണ്ടായേനെ. ഇനിയിപ്പോ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഒന്നൊന്നേ. എടാ, നീ ഇവളെ വിളിച്ചോണ്ട് എവിടെ പോവാ? ഒരു മിനിറ്റമ്മ. ഭർത്താവ് ഭാര്യയെ വിളിച്ചോണ്ട് പോയാൽ നിനക്കെന്താ ദേവയാനി? എനിക്കൊന്നുമില്ല. ഇപ്പം അവനല്ലെങ്കിലും അവളോട് കുറച്ച് സ്വകാര്യം പറച്ചിൽ കൂടുതലാ. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് ബാക്കിയുള്ള